കെപിസിസി പ്രസിഡന്റിന്റെ കൊലവിളി പ്രസംഗത്തിനുള്ള തിരിച്ചടിയാണ് ചേവായൂർ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. സുധാകരന്റെ ആഹ്വാനം അനുസരിച്ചാണ് കോൺഗ്രസ് അതിക്രമം നടത്തിയത്. അതേസമയം സന്ദീപ് വാര്യർ കോൺഗ്രസിൽ തന്നെയാണ് എത്തേണ്ടതെന്നും അന്ധമായ ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണ് സന്ദീപ് പറയുന്നതെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അതേസമയം സീപ്ലെയിൻ വിഷയത്തിലും അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക കണക്കിലെടുക്കും. കായലിൽ സീപ്ലെയിൻ ഇറക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. വോട്ട് ചെയ്യാമെന്ന വോട്ടർമാരെ കെപിസിസി പ്രസിഡന്റിന്റെ ആഹ്വാനപ്രകാരം വകവരുത്താനുള്ള ശ്രമമാണ് പൊതുവേ നടന്നിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പോലീസും നിയമപരമായ കാര്യങ്ങൾ ആ നിലയിലാണ് അന്വേഷിക്കേണ്ടത്. എന്തായാലും കെപിസിസി പ്രസിഡന്റാണ് കലാപാഹ്വാനത്തിന് തയ്യാറായിട്ടുള്ളത്. BJP രാഷ്ട്രീയത്തെ അല്ല ഉപേക്ഷിച്ചത് എന്ന് തോന്നുന്ന നിലയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അന്ധമായ ഇടതുപക്ഷ വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അവിടെയും BJP ആക്രമിക്കുന്നതിന് പകരം ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാവിലത്തെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. കായലിൽ സീപ്ലെയിൻ ഉപയോഗിക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ ആദ്യം ചർച്ച ചെയ്യുക മത്സ്യത്തൊഴിലാളികളായിട്ടാണ്. ഇവിടെ ഡാമാണ് കേന്ദ്രീകരിക്കുന്നത്. ഡാമുകൾ കേന്ദ്രീകരിച്ച് സീപ്ലെയിൻ ഇറങ്ങുന്നതിന് ആരും എതിരല്ല. ഒരു തരത്തിലും ആർക്കും പ്രയാസം ഉണ്ടാകുന്ന സ്ഥിതിയില്ല. ഇനി ഏതെങ്കിലും ഭാഗത്തുനിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുന്ന കാര്യമാണ്.